നമസ്കാരം. വയനാട് മേപ്പാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ. 7 പേരെ കാണാതായെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. 3 പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാതിരിക്കട്ടെ, കാണാതായവരെ ജീവനോടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്കും അതിവേഗം സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. നിർമ്മാണം നടക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് അപകടം ഉണ്ടായത്. അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു ന്യായീകരണമായിട്ടാണ് തോന്നിയത്. എന്തുകൊണ്ടെന്നൊക്കെ പറയാം. മണ്ണ് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ കരാറുകാർ മണ്ണ് നീക്കം ചെയ്തിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും ഒക്കെയാണ് ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വി ഡി സതീശൻ പറഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് വി ഡി സതീശന്റെ ആ പ്രതികരണം ഒന്ന് കാണാം. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവർ അതിൻ്റെ കരാറുകാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. ഇതിനെ നമുക്ക് അക്ഷരം തെറ്റാതെ വി ഡി സതീശൻ സാറേ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് പറയാൻ പറ്റും. എങ്ങനെയെന്നല്ലേ പറയാം. മണ്ണ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടും കരാറുകാർ നിർദ്ദേശം പാലിച്ചില്ല എന്നാണല്ലോ വി ഡി സതീശൻ പറയുന്നത്. എല്ലാം കരാറുകാരുടെ പ്രശ്നമാണ്, അവരുടെ അനാസ്ഥയാണെന്ന് വരുത്തി തീർക്കാനാണ് കേട്ടോ നമ്മുടെ വി ഡി സതീശൻ സാർ ഈ ശ്രമമൊക്കെ നടത്തുന്നത്. കരാറുകാർ മാത്രമല്ല, സർക്കാരും പ്രതിയാണ് എന്നുള്ളതാണ് എന്റെ വാദം. എങ്ങനെയെന്ന് പറയാം. അതായത് താങ്കൾ തന്നെ പറയുന്നുണ്ട് മണ്ണ് നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഈ അപകടം സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നീക്കം ചെയ്തില്ല? ഉത്തരവ് ഇറക്കൽ മാത്രമാണോ ഒരു സർക്കാരിന്റെ പണി എന്ന് പറയുന്നത്? അത് പാലിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കില്ലല്ലേ? അങ്ങനെ പരിശോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതല്ലേ ഈ അപകടത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്? അപ്പോ നിങ്ങൾ 2 പേരും ഒരുപോലെ പ്രതികളാണെന്നുള്ളതാണ്. ആ മണ്ണിന്റെ ഘടനയെ പറ്റിയൊക്കെ നന്നായി നമ്മുടെ വി ഡി സതീശൻ സാറിന് അറിയാൻ കേട്ടോ. സാർ പറയുന്നത് കേട്ടില്ലേ? മഴയുടെയും ഈ മണ്ണിന്റെ ഘടന ഒരു ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. എന്നിട്ടും അതായത് അങ്ങനത്തെ ഒരു മണ്ണായിരുന്നിട്ട് കൂടി ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് കൂടി എന്തുകൊണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും സർക്കാരും ഒന്നും കാര്യമായി ഇടപെട്ടില്ല എന്ന ചോദ്യം നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യണം. എന്നിട്ടും ഇങ്ങനെ അപകടത്തിലേക്ക് പോകുമെന്നറിഞ്ഞിട്ടും സർക്കാർ നോക്കുകുത്തിയായി നിന്നു എന്ന് വേണം പറയാൻ. അവർ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നോ, അങ്ങനെ എടുത്തിരുന്നോ എന്നുള്ള കാര്യമെങ്കിൽ കൂടി ഒന്ന് തിരക്കായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നമുക്കൊരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? ദുരന്തത്തിന്റെ പിറ്റേ ദിവസമാണ് വയനാട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. ഇന്നും ഇന്നലെയുമായി വയനാട്ടിൽ ശക്തമായ മഴയുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇത്രയേറെ മഴ പെയ്യുമ്പോൾ ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ എല്ലാ പ്രാവശ്യവും സർക്കാർ ഉത്തരവിടാറുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിൽ അവരങ്ങനെ പണിയെടുക്കില്ലായിരുന്നല്ലോ. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കർശന നടപടി സ്വീകരിക്കാൻ ഇവിടെ ഒരു സർക്കാർ വേണമല്ലോ. അപ്പൊ ഇവിടെ ഒരു സർക്കാർ ഇല്ലേ? ജില്ലയിൽ 24 മണിക്കൂർ 265 മില്ലിമീറ്റർ മഴ പെയ്തിട്ടും നൽകിയത് യെല്ലോ അലേർട്ടായിരുന്നു. 24 മണിക്കൂറിൽ 204.4 മില്ലി ലിറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതല്ലേ? എന്നാൽ വയനാട് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് അപകടത്തിന് ശേഷം മാത്രമാണ്. സത്യത്തിൽ ഇവിടെ ഒരു സർക്കാരും സംവിധാനമൊക്കെ ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോവുകയാണ് ഈ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കാണുമ്പോൾ. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗം എല്ലാം നടന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരവിറക്കിയത് കൊണ്ട് എല്ലാം കഴിഞ്ഞോ വി ഡി സതീശൻ സാറേ? ഉത്തരവിറക്കിയവർക്ക് അത് നടപ്പിലാക്കിയോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? എന്തുകൊണ്ട് അത് നിറവേറ്റിയില്ല? അത് നിറവേറ്റാത്തതിന്റെ ഭാഗമല്ലേ ഈ അപകടത്തിന് മറ്റൊരു കാരണം? അവരത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കരാറുകാരുടെ പേരിലും സർക്കാരിന്റെ പേരിലും കൊലക്കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത്. അല്ലാതെ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? മന്ത്രി പോയി ചർച്ച നടത്തി ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഇല്ലാതാകുന്നുണ്ടോ? ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. ഉത്തരവിട്ട് AC മുറിയിൽ കുത്തിയിരിക്കുക എന്നതല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. മൺസൂൺ അല്ലേ, കരാറുകാർ അത് ശ്രദ്ധിക്കണ്ടേ എന്ന് പറയുന്നതല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കേണ്ടതുണ്ട്. താങ്കൾ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രിയാണ്. ദുരന്തമുണ്ടായി മണിക്കൂർ 1 തികയുന്നതിന് മുന്നേ ഫേസ്ബുക്കിൽ ഇത് മനുഷ്യനിർമ്മിതമെന്നും ഞങ്ങൾ ഇത് പണ്ടേ പറഞ്ഞതല്ലേ എന്നും കമന്റിടലാകരുത് ഭരണപക്ഷ MLA-മാരുടെ പണി എന്ന കാര്യം കൂടി ഭരണപക്ഷ MLA-മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഉള്ള ഏകോപനം ഉണ്ടാകണം ആദ്യം തന്നെ. അതിനുവേണ്ടി
ഒറ്റ കൈയായി ഒരു കൈയായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ പോയി രാഷ്ട്രീയം കളിച്ച പല ആളുകളെയൊക്കെ നമ്മൾ കണ്ടല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പല രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണേ, ഈ ദുരന്തം നടന്നപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് ആര്? ഡിവൈഎഫ്ഐ. ജീവൻ പോലും പണയം വെച്ച് അവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. സത്യത്തിൽ യൂത്ത് കോൺഗ്രസും മറ്റ് അത്തരത്തിലുള്ള AVP-യും അതുപോലെ തന്നെ ഈ പറയുന്ന യുവമോർച്ചക്കാരും ഒക്കെ ഈ ഡിവൈഎഫ്ഐനെ കണ്ടുപഠിക്കണം കേട്ടോ. എങ്ങനെയാകണം ഒരു യുവജന സംഘടനയെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഭരണമില്ലെങ്കിലും ജനങ്ങളെ കാത്ത് രക്ഷിക്കാൻ, ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരു ഭരണവും വേണ്ട എന്ന് ഡിവൈഎഫ്ഐ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അവർക്കൊരു ബിഗ് സല്യൂട്ട് ഈ സമയത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്ന് മന്ത്രി ടി സിദ്ദിഖും പറഞ്ഞിരുന്നു. അത് പറഞ്ഞുകൊടുത്ത് തന്നെ എല്ലാം അവസാനിച്ചു എന്നാണോ സിദ്ദിഖ് വിചാരിച്ചിരിക്കുന്നത്? പ്രകൃതി ദുരന്തമല്ല, ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. അശാസ്ത്രീയമായിട്ട് മണ്ണ് കൂട്ടിയിട്ടിരുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം, നിർമ്മാണ കമ്പനിക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പറയുന്നത് പോലെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് മന്ത്രിക്ക് മനസ്സിലായല്ലോ. അപ്പോ ഇത് അങ്ങനെ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് ആരാണ്? പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? അപ്പോൾ മന്ത്രിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന രീതിയിലാണ് മന്ത്രിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്ത് പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? ഇവിടെ ഇപ്പോൾ ഇനി എല്ലാ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്താമെന്ന് പറയുമ്പോഴും ഇനി ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരസ്പരം പോരടിച്ചിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ പോരടിച്ചുകൊണ്ട് മരിച്ചവരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. അവരെയൊക്കെ നിങ്ങൾക്ക് ജീവനോടെ തന്നെ അവരുടെ വീടുകളിലേക്ക് മടക്കി അയക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ അനാസ്ഥ കാരണം, നിങ്ങളുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം കാരണം അവരുടെയൊക്കെ ജീവൻ നിങ്ങളൊക്കെ ആ മണ്ണിനടിയിലാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചെങ്കിലും ബോധപൂർവമൊക്കെ പ്രവർത്തിക്കുക. ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അത് തടയലാണ് സർക്കാരിന്റെ പണി എന്ന് പറയുന്നത്. അത് തടയാൻ കഴിയലാണ് ഒരു സർക്കാരിന്റെ നേട്ടം എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. അതിനെയാണ് കഴിവുകേടെന്ന് മലയാളത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ കഴിവുകേടിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് നമ്മളിപ്പോൾ അവിടെ കാണുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സമയത്ത് എന്തായാലും നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഈ സമയത്ത് അതിശക്തമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി ഇനിയും ആ മണ്ണിനടിയിൽ പെട്ടിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ. ഇനി കൂടുതൽ ജീവനുകൾ പൊലിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. എന്തുണ്ടായാലും ഏതുണ്ടായാലും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു ഗവൺമെന്റിനെ കാണുമ്പോൾ എനിക്കൊരു യാതൊരു രീതിയിലുള്ള അത്ഭുതം തോന്നുന്നില്ല കേട്ടോ. ഷിരൂരിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അന്ന് ആ ദുരന്തത്തെ വലിയ രീതിയിൽ തന്നെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. അതായത് രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കാരണം ഇവിടുത്തെ കാലാവസ്ഥ ശരിയല്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടിരുന്നു. ആ കാലാവസ്ഥ അങ്ങനെ ആയിരുന്ന സമയത്തും ഇവിടെ അന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ മാറിയെന്നു, ഞങ്ങൾ വേണമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താം എന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോഴും VD സതീശൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കേരളത്തിന്റെ നിലപാടാണോ സ്വീകരിച്ചത്? മലയാളികളുടെ നിലപാടാണോ സ്വീകരിച്ചത്? അല്ല, ആ സിദ്ധരാമയ്യയുടെ കർണാടക സർക്കാരിന്റെ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് ഇതിലെനിക്ക് അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലൊക്കെ നിരവധി തവണ ന്യായീകരിച്ചും അതിനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് പല രീതിയിലൊക്കെ എതിർ പാർട്ടികളെ ആക്രമിക്കാനുള്ള ആയുധമാക്കി മാറ്റിയും ഒക്കെ വലിയ ശീലമുള്ളവരാണ് ആ പാർട്ടിയിലുള്ളതെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഈ പറയുന്ന UDF ആണെന്നും നിങ്ങൾ പ്രതിപക്ഷത്തല്ല എന്നും ഒക്കെ ഇടയ്ക്കെങ്കിലും ഒരു ബോധം വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.